അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്കിടയിൽ ഓപ്പോസിറ്റ് നമ്പറുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് ഓരോ നമ്പറിനും ഓരോ ഓപ്പോസിറ്റ് നമ്പർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓരോ നമ്പറിനും ഓരോ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ 5ന്റെ ഓപ്പോസിറ്റ് 0 ആണ്, അല്ലെങ്കിൽ 0ന്റെ ഓപ്പോസിറ്റ് 5 ആണ്, 1ന്റെ ഓപ്പോസിറ്റ് 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നമ്പറിനും ഓരോ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് നമ്പർ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് നമ്പർ അങ്ങനെ കണക്കിൻ്റെതായ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ലോജിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഒരു നമ്പറിന്റെ പകരം വേറൊരു നമ്പർ, അല്ലെങ്കിൽ അങ്ങനെ അതാണല്ലോ ഓപ്പോസിറ്റ്. ഇത് വന്നാൽ 2 വന്നാൽ അടുത്തത് 7 വരാം എന്നൊക്കെയാണല്ലോ ഒരു ഓപ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് കണക്കിൽ അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്തെങ്കിലും ലോജിക്ക് കാണണം, എന്തെങ്കിലും ലോജിക്ക് ഉണ്ടാവണമല്ലോ. 1ന്റെ ഓപ്പോസിറ്റ് 6 എന്ന് പറയുമ്പോൾ 6ഉം 1ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണം, അല്ലെങ്കിൽ 4ഉം 9ഉം തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്കോ ട്രിക്കുകളൊക്കെ കാണണം. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് പറയുന്നത് 0ന്റെയും 5ന്റെയും, ഇപ്പൊ 0ന്റെ ഓപ്പോസിറ്റ് 5 ആണ്, അല്ലെങ്കിൽ 5ന്റെ ഓപ്പോസിറ്റ് 0 ആണ് എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്തെങ്കിലും ഉണ്ടാവണം. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ 0ന്റെ 5ന്റെയും കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, അപ്പൊ അതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോണത് 0ന്റെയും 5ന്റെയും കാര്യമാണ്. അപ്പൊ അത് നമ്മൾ 0ഉം 5ഉം തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? 1 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ ഒറ്റ നമ്പറും ഇരട്ട നമ്പറും മാറ്റി നിർത്തണം. അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ 1, 3, 5, 7, 9 ഒരു ഒറ്റ നമ്പറാണ്. ഈ കാണുന്നതൊക്കെ ഒരു ഒറ്റ നമ്പറാണല്ലോ. 1, 3, 5, 7, 9 ഒറ്റ നമ്പറാണ്. ബാലൻസ് ഉള്ളത് ഇരട്ട നമ്പറാണ്. ഏതാ? 2, 4, 6, 8. 2, 4, 6, 8 എന്ന് പറയുമ്പോൾ അത് ഇരട്ട നമ്പറാണ്. ഈ രണ്ടും തരം തിരിച്ച് നമ്മൾ മാറ്റി നിർത്തി. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0ഉം 5ഉം ഇവിടെ എങ്ങനെയാണ് കയറി വരുന്നത് നമ്മൾ നോക്കാൻ പോണത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള ഒറ്റ നമ്പറുകൾ കൊണ്ട് 5നെ നമ്മൾ ഗുണിക്കാൻ പോകണം. കാരണം നമ്മൾ 5ന്റെ കാര്യം ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒറ്റ നമ്പറുകൾ കൊണ്ട് 5നെ നമ്മൾ ഗുണിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. 1 കൊണ്ട് ഗുണിക്കാം. ആദ്യം മാറ്റി നിർത്തിയിട്ടുള്ള ഒറ്റ നമ്പർ കൊണ്ട് നമുക്ക് ആദ്യം ചെയ്യാം. 1 × 5 എത്രയാ? 5 തന്നെയാണ്. ഒരു 5 5ആണ്. നെക്സ്റ്റ് ഒറ്റ നമ്പർ എത്രയാ? 3 ആണ്. 3 5 എത്രയാ? 15 ആണ്. അപ്പൊ ഒരു 5 5, 3 5, 15. ഇനി അടുത്ത ഒറ്റ നമ്പർ എത്രയാ? 5 ആണ്. അപ്പൊ 5 5 25. ഇനി അടുത്ത ഒറ്റ നമ്പർ 7 ആണ്. 7 5 35. അടുത്ത ഒറ്റ നമ്പർ 9 ആണ്. 9 5 45. ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചപ്പോ നമുക്ക് കിട്ടിയ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാ നമ്പറിലും ലാസ്റ്റ് 5 ആണ് വന്നിട്ടുള്ളത്. ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 5 മാത്രമേ വരുള്ളൂ. അപ്പൊ അതിനർത്ഥം കേരള ലോട്ടറിയിൽ റിസൾട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 5 വരുന്ന നമ്പറുകളൊക്കെ ഏതോ ഒരു ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ച നമ്പറുകളായിരിക്കണം. അതായത് ഒരു 5ന്റെ ഗുണിതങ്ങളാണ്, ഏതോ ഒരു ഒറ്റ നമ്പറിന്റെ 5ന്റെ ഗുണിതങ്ങളാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പൊ ലാസ്റ്റ് 5 വരുന്ന നമ്പറുകളൊക്കെ ഏതൊരു ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ച ആ നമ്പർ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണിച്ചത്. നിങ്ങൾക്ക് ചെറിയ നമ്പറിൽ നിന്ന് ഞാൻ കാണിച്ചത്. അതിപ്പോ ഒറ്റ നമ്പർ ഏതായാലും ഇപ്പൊ 1, 3, 5, 7, 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒറ്റ നമ്പർ 11 ആണല്ലോ. 11 × 5 അടിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് 55 ആണ് കിട്ടുക. അവിടെ ലാസ്റ്റ് നമ്പർ 5 തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് 5 വരുന്ന നമ്പറുകളൊക്കെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് മാറ്റി നിർത്തിയിട്ടുള്ള ഇരട്ട നമ്പർ നോക്കാം. 2, 4, 6, 8 ഇതാണ് ഇരട്ട നമ്പർ. ഇതിനെ നമ്മൾ ആദ്യം 2 × 5 എത്ര വരുന്നത്? 10 ആണ് വരുന്നത്. 2 × 5 10. ഇനി അടുത്തത് 4. 4 × 5 എത്ര? 20. അടുത്ത ഇരട്ട നമ്പർ 6 ആണ്. 6 × 5 എത്ര? 30. അടുത്തത് ഇരട്ട നമ്പർ 8 ആണ്. 8 × 5 40. എത്രയാ? 8 × 5 40. ഇവിടെ നമുക്ക് കിട്ടിയ നമ്പറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലാസ്റ്റ് നമ്പർ 0 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. എല്ലാ നമ്പറിലും 0 ആണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ഇരട്ട നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചാലും ലാസ്റ്റ് 0 വരുള്ളൂ. അപ്പൊ 2, 4, 6, 8 എന്ന് പറയുമ്പോൾ ഒക്കെ ഇരട്ട നമ്പറാണ്. ഇങ്ങനെ കാണുന്ന ഇരട്ട നമ്പറുകൾ ഏത് ഇരട്ട നമ്പറാണ്? 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 20 അങ്ങനെ 30 ഇങ്ങനെ ഇരട്ട നമ്പറുകളില്ലേ? ഈ ഇരട്ട നമ്പർ കൊണ്ടൊക്കെ 5നെ ഗുണിച്ചാൽ നമുക്ക് ലാസ്റ്റ് 0 മാത്രമേ കിട്ടുള്ളൂ. ഏതൊരു ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചാലും ലാസ്റ്റ് 5 മാത്രമേ വരുള്ളൂ. അപ്പൊ 0ഉം 5ഉം തമ്മിലുള്ള
ഒരു ലോജിക്കാണ് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഇനി നമ്മള് ഇതിന്റെ ഒരു ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു സിമ്പിൾ ആയിട്ടൊരു ഒരു ഐഡിയ കൂടി നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ ഏതൊരു വലിയ നമ്പർ ആയിക്കോട്ടെ, ഏത് വലിയ, ഇപ്പൊ നമ്മൾ പറയണം ഇപ്പൊ 148, അതൊരു ഇരട്ട നമ്പറാണ്. ഏതൊരു ഇരട്ട നമ്പർ കൊണ്ടും 5നെ ഗുണിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. എങ്ങനെയാ? ഏത് ഇരട്ട നമ്പർ കൊണ്ടും 5നെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കാൽക്കുലേറ്റർ എടുത്ത് നോക്കണ്ട, അതിന്റെ പകുതിയിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 148 ഇൻറ്റു 5 ഒരു കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. 148ന്റെ പകുതി എത്രയാ? 74. 74 ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 148 ഇൻറ്റു 5 740 കിട്ടും. അതായത് ഏത് ഇരട്ട നമ്പറിന്റെയും പകുതിയിൽ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ ആ ഇരട്ട നമ്പറിനെ 5 കൊണ്ട് ഗുണിച്ച ഉത്തരമാണ് ഈ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ ചെറിയ നമ്പറിൽ പോയി നോക്കി കഴിഞ്ഞാൽ തന്നെ കാര്യം പിടിയിട്ടും. 2 ഇൻറ്റു 5 എത്രയാ? 10 അല്ലേ? 2ന്റെ പകുതി 1 ആണ്. 1-ലല്ലേ 0 വന്നിട്ടുള്ളത്. 10 എന്ന് പറയുമ്പോൾ 1-ലൊരു 0. 2 ഇൻറ്റു 5 2ന്റെ പകുതിയിൽ 1, 1-ലൊരു 0. 4 ഇൻറ്റു 5 എത്ര? 20 വന്നിട്ടുള്ളത്. 4ന്റെ പകുതി 2 ആണ്. 2-ലൊരു 0 വന്നു. ശ്രദ്ധിച്ചില്ലേ? അതുപോലെ 6 ഇൻറ്റു 5 30. 6ന്റെ പകുതി 3 ആണ്. 3-ലൊരു 0 വന്നു. 30 എന്ന് പറയുന്നത് 3-ലൊരു 0 ഇട്ടാ 6 ഇൻറ്റു 5ന്റെ ഉത്തരമായി. മനസ്സിലാക്കാൻ പറ്റും വേഗം നമുക്ക്. 8 ഇൻറ്റു 5 40 ആണ്. 8ന്റെ പകുതി 4 ആണ്. 4-ലൊരു 0 ഇട്ടപ്പോ കണ്ട 8 5 40 ആണ്. അപ്പൊ ഏത് ഇരട്ട നമ്പറിന്റെയും പകുതിയിൽ ഒരു 5 ഇട്ട് കൊടുത്ത് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ആ ഇരട്ട നമ്പറിന് 5 കൊണ്ട് ഗുണിച്ചതിന്റെ ഫലം നമുക്ക് അവിടെ കിട്ടും. പിള്ളേർക്ക് പഠിച്ചെടുക്കാൻ ഈസിയാണ് അത്. അപ്പൊ അങ്ങനെ നമുക്കൊരു ട്രിക്ക് നമുക്കിതിൽ പിടികിട്ടും. അപ്പൊ 0 വരുന്ന നമ്പറുകളൊക്കെ ഇരട്ട നമ്പർ കൊണ്ട് 5നെ ഗുണിച്ച നമ്പറുകളായിരിക്കും. ഇത് ഞാനിപ്പോ ഇത് പറയുന്നത് നമ്പറിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ. 0-നും 5-നും തമ്മിലുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഏത് 0 വരുന്ന നമ്പറും ഈ പറഞ്ഞ പോലെ ഇരട്ട നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചതായിരിക്കും. ഏത് 5 വരുന്ന നമ്പറും ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ചതായിരിക്കും. ഇതാണ് സംഭവം. 0 5 തമ്മിലുള്ള ലോജിക്ക് ഇതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വേണമെങ്കിൽ കേരള ലോട്ടറിയുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 1656 1656നെ ഇൻറ്റു 5 ഗുണിക്കാണ് നമ്മൾ. ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുത്ത് ഗുണിക്കണ്ട. 1656 ഇൻറ്റു 5 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഈ 1656ന്റെ പകുതി എടുത്താൽ മതി. അതിലൊരു 0 ഇട്ട് അതിന്റെ ഉത്തരമാണ് ശരിക്കും. കാൽക്കുലേറ്റർ നോക്കേണ്ട ആവശ്യമില്ല. 1656ന്റെ പകുതി 828 ആണ്. 828-ലൊരു 0 ഇട്ട് കൊടുത്താൽ 1656 ഇൻറ്റു 5ന്റെ ഉത്തരമാണിത്. 8250. അപ്പൊ ഇങ്ങനെയുള്ള നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്പറുകൾ വരാതിരിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല. ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1656 1656 വന്നാൽ 8280 വന്നിട്ടുണ്ട് അങ്ങനെ. അതുപോലെ ചിലപ്പോ ആ ഒരു ലോജിക്കിൽ വേണമെങ്കിൽ കുറച്ച് നമ്പറുകളൊക്കെ വർക്കൗട്ട് ആയേക്കാം. ഓക്കെ, ഇതാണ് 0-ന്റെയും 5-ന്റെയും തമ്മിലുള്ള ലോജിക്കുകൾ. അതുപോലെ മറ്റുള്ള നമ്പറിന്റെ ലോജിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പൊ 1ന്റെ ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ എന്തെങ്കിലും ഒരു തരികിട ഇല്ലാതിരിക്കില്ല. 4ന്റെ ഓപ്പോസിറ്റ് 9 ആണെങ്കിൽ എന്തെങ്കിലും തരികിട ഉണ്ടാവണം. 2ന്റെ ഓപ്പോസിറ്റ് 7 ആണെങ്കിലും എന്തെങ്കിലും ഒരു ലോജിക്കോ ട്രിക്കോ എന്തെങ്കിലും കാണണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഇല്ല. ഇതാണ് സംഭവം. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ചില പ്രത്യേകതരം നമ്പറുകളുണ്ട്. ലാസ്റ്റ് 5 വരുന്ന നമ്പറുകൾ, ഒരുപാട് നമ്പറുകൾ. ഇപ്പോ 6615 7245 ഇങ്ങനെയുള്ള ലാസ്റ്റ് 5 വരുന്ന ഒരുപാട് നമ്പറുകളുണ്ട്. ഇതൊക്കെ ഏതോ ഒരു ഒറ്റ നമ്പർ കൊണ്ട് 5നെ ഗുണിച്ച് വരുന്ന നമ്പറാണ്. അതാണ് ലാസ്റ്റ് 5 വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്പറുകൾ വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളായിരിക്കും. ഇപ്പൊ 7245 എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് 5 വരുന്ന നമ്പറുകളൊക്കെ ഒറ്റ നമ്പറുകൾ കൊണ്ട് ഗുണിച്ച് വരുന്ന നമ്പർ ആയിരിക്കും 5നെ. ഓക്കെ, അപ്പൊ ഈ 7245 എന്നുള്ള നമ്പർ എടുത്തിട്ട് നിങ്ങൾ ഹരിച്ചു നോക്കുക. ഒറ്റ നമ്പർ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ. ഇരട്ട നമ്പർ കൊണ്ട് ഹരിക്കാൻ പാടില്ല എന്നല്ല. അപ്പോഴാണ് നമുക്ക് അതിന്റെ ടെക്നിക്ക് പിടിയിട്ടുള്ളൂ. അപ്പൊ 7245 എടുത്തിട്ട് ഹരിക്കണം. ഒന്നുകൊണ്ട് പിന്നെ എല്ലാ നമ്പറിനെ ഹരിക്കാം. അപ്പൊ 1 പോട്ടെ, അത് ഇരട്ട നമ്പർ ആയാലും നമുക്ക് ഹരിക്കാം. അപ്പൊ 1 നമ്മൾ അതിൽ കൂട്ടണ്ട. 3579 3579 എന്ന് പറഞ്ഞാൽ ഒറ്റ നമ്പർ ഉണ്ടല്ലോ. 3ഉം 5ഉം 7ഉം 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ലാസ്റ്റ് 5 വരുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനത്തെ നമ്പറുകളാണ് ഈ 7245. അതുപോലെ നമ്മൾ 5985, അതുപോലെ 7875, അതുപോലെ 8505 ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ നോക്കി നോക്ക്. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താ സംഭവം? ഇപ്പൊ 8505 എന്നുള്ള നമ്പർ എടുത്തിട്ട് ഹരിക്കണം. 3 കൊണ്ട് ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, 7 കൊണ്ട് ഹരിക്കാം, 9 കൊണ്ട് ഹരിക്കാം. ഇരട്ട നമ്പർ കൊണ്ട് അത് ഹരിക്കാനേ പറ്റില്ല. 2 4 6 8 കൊണ്ട് ഹരിക്കാനേ പറ്റില്ല. അപ്പോ 3 5 7 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ലാസ്റ്റ് 5 വരുന്ന നമ്പറുകൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു നിർത്തിയ ഒരു നമ്പർ ഇപ്പൊ 8505, അതുപോലെ 6615, അല്ലെങ്കിൽ 7245, ഇതിലൊക്കെ ഇപ്പൊ നിങ്ങൾ എവിടുന്നാണോ ഇപ്പൊ 7240, ഇപ്പൊ 8505 എടുക്കാന്ന് വിചാരിച്ചോ. 8505 ഒരു 630 കൂട്ടുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു നമ്പർ കിട്ടും. ആ നമ്പറും 3579 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. അതിൽ വീണ്ടും ഉത്തരം ഇപ്പൊ 7245 നിങ്ങൾ എന്ത് ചെയ്യാം, 630 കൂട്ടണം, 7245 കൂട്ടണം, 630 അടിക്കുക. അപ്പൊ ഒരു നമ്പർ കിട്ടും നമുക്ക്. ആ നമ്പറും ഈ പറഞ്ഞ പോലെ 78 75 തോന്നുന്നുണ്ട്. ആ നമ്പറും 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പൊ 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും 9 കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന ലാസ്റ്റ് 5 വരുന്ന 4 നമ്പറുകൾ ഉണ്ട്. അതൊരു പ്രത്യേക തരം നമ്പർ ആയിരിക്കും. അതിങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക, അവിടെ നിന്ന് 630 കൂട്ടി കൂട്ടി കിട്ടുന്ന നമ്പറുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടും. 7245 കൂട്ടണം, 630 അടിക്കുക. അപ്പൊ നമുക്കൊരു ലാസ്റ്റ് 5 വരുന്ന നമ്പർ കിട്ടും. ആ നമ്പർ 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ്. അതിൽ വീണ്ടും 630 കൂട്ടുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ വീണ്ടും 630 കൂട്ടുക. അപ്പൊ 630 ആണ് ഇതിന്റെ കോഡ്. ഓക്കെ, 630 ഈ കിട്ടുന്ന നമ്പറുകളിൽ ഇപ്പൊ 8505 കൂട്ടണം, 630 അടിക്കുക. അപ്പൊ ഒരു 5 വരുന്ന നമ്പർ വരും. പക്ഷെ അത് 6 അക്കത്തിലേക്ക് പോവാണെങ്കിൽ അത് നോട്ട് ചെയ്യണ്ട. നിങ്ങൾ ഇവിടുന്ന് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇപ്പൊ 315 തുടക്കം, ചെറിയ നമ്പർ. അപ്പം 315 തന്നെയല്ലേ? 315 കൂട്ടണം 630 തോന്നുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഉത്തരം കിട്ടുമ്പോൾ അതിൽ കൂട്ടണം 630. അവിടെ നിന്ന് വീണ്ടും എല്ലാത്തിലും 630 കൂട്ടണം 630 കൂട്ടണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 വരുന്ന നമ്പറൊക്കെ എഴുതി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ആ കിട്ടിയ നമ്പർ 630 കൂട്ടുക. 5 വരുന്ന നമ്പർ എഴുതി വയ്ക്കുക. അതിനുശേഷം വീണ്ടും അതിൽ 630 കൂട്ടുക. അങ്ങനെ 5 വരുന്ന നമ്പർ അത് ടെസ്റ്റ് ചെയ്യണം. ഈ 5 വരുന്ന നമ്പർ ടെസ്റ്റ് ചെയ്യുക. 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പറാണ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് വെറൈറ്റി നമ്പറുകളുണ്ട്. ആ നമ്പറൊക്കെ സൂപ്പർ നമ്പറുകളാണ്, പിന്നെയും പിന്നെയും വന്നു പോകുന്ന നമ്പറുകളാണ്. അപ്പൊ ഓക്കെ, ബൈ ബൈ, സി യു. ഇതൊക്കെയാണ് 5ന്റെയും 0ന്റെയും ഒരു ലോജിക്കുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം, കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതേപോലെ തന്നെ 2 4 6 8 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന, പക്ഷെ ഒറ്റ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ലാസ്റ്റ് 0 വരുന്ന നമ്പർ ആയിരിക്കണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ 5ന്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് 0 വരുന്ന നമ്പർ, പക്ഷെ 2 4 6 8 കൊണ്ടും 5 കൊണ്ടും, കാരണം 5 ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 2 4 6 8 5 കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുന്ന ലാസ്റ്റ് 0 വരുന്ന നമ്പർ, അതും ഇതുപോലെ നമുക്ക് എന്താ പറയാ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ആ നമ്പറിന് ഇതുപോലെ 630 കോഡുള്ള പോലെ വേറൊരു നമ്പർ ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഓക്കെ, ബൈ ബൈ, സി യു. അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക്. അപ്പൊ ഓപ്പോസിറ്റിന്റെ ലോജിക്ക് ഇതാണ്. ഇനി അടുത്ത ലോജിക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.